താങ്ക് യു. ഇവിടെ വെക്കുക എടുത്തങ്ങ് തിന്നത് ഞാൻ പറഞ്ഞു വെച്ചേ ഈ പോടും ഞാൻ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇത് ആരുടെയും കൊടുക്കാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. ഓക്കെ, ഇന്ന് ഈ വേദി നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ ഈ വേദി നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലക്കാരനായി ജനിച്ചതിൽ, ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് നെരിയാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചതിൽ. നെരിയാപുരം കൈപ്പറ്റൂർ ഓമല്ലൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് വിദൂരമല്ലല്ലോ, എൻ്റെ കൈക്കുമ്പിളിൽ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും അനുഗ്രഹീതരായ കലാകാരന്മാരുള്ള ഒരു ഭൂമിയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. മോഹൻലാൽ, ക്യാപ്റ്റൻ രാജു, കേട്ടോട് രാഹുണ്ണി, നമ്മുടെ പ്രതാപേന്ദ്രൻ, ഓമല്ലു ചെല്ലമ്മ, കവിയൂർ പൊന്നമ്മ, പാർവതി, ചിപ്പി, രഞ്ജിത്ത്, അങ്ങനെ പോകുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ഭൂമിയാണ് നമ്മുടെ ഓമല്ലൂർ ഈ മണ്ണ്. ഒരുപാട് അഭിമാനത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഒരു എളിയ കലാകാരൻ എനിക്കും അവരോടൊപ്പം എത്തിയില്ലെങ്കിൽ പോലും അവരുടെ പാത പിന്തുടരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ വയൽ വാണിഭം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഒരുപാട് പേരെ അനുകരിക്കണമെന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ച് പേരുടെ ശബ്ദം അനുകരിക്കും. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ ചേട്ടനാണ്. അതും നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരനാണ്. അതും നമുക്ക് അഭിമാനമാണ്. എനിക്ക് അതിനേക്കാൾ വലിയ അഭിമാനമുണ്ട്. കാരണം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ 4 സിനിമകൾക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ, അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു കുഞ്ഞ് മനുഷ്യനാണ് ഞാനും. എനിക്ക് അതും ഭാഗ്യമാണ്. അപ്പോൾ തിലകൻ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഈ സന്ധ്യ, ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയാൽ, ഈ ട്രെൻഡ്സിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹമാണ് എത്തിയിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും, നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ, ഒരു നല്ല കയ്യടി. ഒന്നും നോക്കണ്ട, കീച്ചട്ടങ്ങോട്ട്. എന്നെ കൊല്ലാനല്ല പറഞ്ഞത്. അയ്യോ. ഓക്കെ, പ്രിയപ്പെട്ട തിലകൻ ചേട്ടൻ, സൗണ്ട് ഒന്ന്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ വരുവാനും നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ സഹ സുഹൃത്ത് പ്രതാപേന്ദ്രൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. വർഷാവർഷം നടത്തുന്ന ഈ പരിപാടി ഓമല്ലൂർ വയൽ വാണിഭം ഇതിൻ്റെ അങ്ങേ അറ്റമുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വയൽ വാണിഭം ഇന്നത്തെ ഈ ഗാനസന്ധ്യ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ഇതുപോലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി, മോനെ മക്കളെ ഇച്ചിരി ചകല ഞാൻ പൊക്കോളാം കേട്ടോ, ഒരു 5 മിനിറ്റ്. അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹമാണ് ഇവിടെ എത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടോ. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും ആ സമയത്തും എനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. രാഷ്ട്രീയമല്ല, സ്നേഹമാണ് എനിക്ക് അദ്ദേഹത്തിനുള്ളത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചൊരു ആളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തിരുവനന്തപുരം RCCയിൽ അഡ്മിഷൻ വേണമായിരുന്നു. അപ്പോൾ ഇവിടെ പത്തനംതിട്ടയിൽ അനിൽ തോമസ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന് വഴി ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ അമ്മയും കൊണ്ട് പോവുകയാണ് ആശുപത്രിയിൽ. അപ്പോൾ ആശുപത്രി കൊണ്ട് അമ്മയെ എടുത്തിട്ട് ഞാൻ നേരെ ജഗതിയിൽ അവിടെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു 40-45ഓളം ഖത്തർ വസ്ത്രധാരികളായ രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ആ ഗേറ്റിൻ്റെ അവിടെ വെച്ചു, മിസ്റ്റർ വേണുഗോപാലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് അമ്മയുടെ ഞാൻ പറഞ്ഞത് വരൂ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചകത്ത് കയറ്റിക്കൊണ്ടിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പച്ച നീല ഇങ്ങനെ ഒരു ലുങ്കി അദ്ദേഹം കൊടുത്തൊരു ബെന്നീന് വിട്ടിട്ടുണ്ട്. എന്നോട് വരൂ കയറി വരാൻ പറഞ്ഞു. വന്നു. എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലിരിക്കുകയാണ് സാറിന് പറഞ്ഞു. അപ്പം അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ ഓഫീസിലേക്ക് പോയിക്കോളൂ, കാരണം എനിക്ക് RCCയുമായി ബന്ധപ്പെട്ട് ഈ മോൻ്റെ
അമ്മയുടെ ഒരു വിഷയമാണ്. എനിക്ക് RCCയുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് ഫോണും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹം അപ്പോഴേ അവിടെയുള്ള മൊത്തം പേര് അന്നേരം അവിടുന്ന് പോയി. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വണ്ടിക്കുള്ള ഹരികുമാറും ഞാനും കൂടെയാണ്. ഹരികുമാറിൻ്റെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയും കൊണ്ട് പോകുന്നത്. ഇത് ഞാനിവിടെ പറയേണ്ട കാര്യം എന്നാൽ പോലും ഉമ്മൻചാണ്ടി സാറിൻ്റെ നല്ല മനസ്സിന് ഞാനൊരു ബിഗ് സല്യൂട്ട് അടിക്കുകയാണ്. കാരണം അവിടെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ബെഡ് കിട്ടത്തില്ല. അപ്പോൾ ഈ സാറാണ്, ഉമ്മൻചാണ്ടി സാറാണ് അവിടെ RCC ഡയറക്ടറെ വിളിച്ച് ബെഡ് അറേഞ്ച് ചെയ്ത് തരുന്നതും എൻ്റെ അമ്മയ്ക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷെ അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയെ ഞാനിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടു, നമ്മുടെ അവിടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവന്നു. കാരണം എനിക്ക് അവിടെ നിന്ന് അമ്മയെ താങ്ങാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അന്നത്തെ കാലത്ത്. ഞാൻ നേരെ എൻ്റെ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു, മുത്തൂറ്റ് കൊണ്ടിരുന്നു. ഇതേപോലെ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം വെഞ്ഞാറം മുട്ട വെച്ച് ഞാൻ ഇതേപോലെ സ്റ്റേജിൽ നിൽക്കുന്നു. രാത്രി 9:05 എൻ്റെ അമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ സമയത്ത് ഞാൻ ഇതേപോലെ വൺ മാൻ ഷോ ചെയ്യാൻ സ്റ്റേജിൽ കയറി നിൽക്കുകയാണ്. കൊച്ചിൻ മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പിൻ്റെ പ്രോഗ്രാമിന്. അപ്പോൾ അന്ന് ആ ഉമ്മൻചാണ്ടി സാർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് RCCയിൽ ഒരു നല്ലൊരു എൻ്റെ അമ്മ ഒരു 5 ദിവസമാണെങ്കിൽ 6 ദിവസമാണെങ്കിൽ അവിടെ കിടത്താനൊരു സംവിധാനം കിട്ടത്തില്ലായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹം മരിക്കുന്ന കാലം വരെ ഞാനും അദ്ദേഹം തമ്മിൽ ഒരുപാട് ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ ഫോൺ എടുക്കാറുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഞാൻ ഇവിടെ ദുബായിലായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് പോയി നമസ്കരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരെ, വളരെ വിശിഷ്ടമായ ഒരു വലിയ ചടങ്ങാണ് ഓമല്ലൂരിൻ്റെ വയൽ വാണിഭം എന്നത്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെയും ഇവിടെ സംഗമിപ്പിച്ച് ജനങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ ഓമല്ലൂർ വയൽ വാണിഭം. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതെന്നും ഈ ഒരു കാർഷികോത്സവം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ എന്ത് മനുഷ്യർ പാൻറ്റിന്റെ സിബ് ഇടാൻ പറഞ്ഞാൽ ഓക്കെ, പക്ഷേ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ നിങ്ങൾ പറയുന്നത് ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ, നമ്മുടെ ബൈജുവിടെ, എൻ്റെ പ്രിയപ്പെട്ട ബൈജു, ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ സംസ്ഥാന അവരുടെ പോട്ടെ, അവനോടേലും പോട്ടെ. അപ്പോൾ സഖാവ് VS അച്യുതാനന്ദനാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. അദ്ദേഹം എങ്ങനെയായിരിക്കും നമ്മുടെ സഖാക്കളെ, സുഹൃത്തുക്കളെ, മല്ലൂർ വയൽ വാണിഭത്തിന്റെ ആദ്യ ദിവസമായ ഇന്നേ ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇനി ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഞാൻ ഈ വേദിയിൽ അനുകരിക്കാം. പുതിയ തലമുറയിലൊന്നും ചോദിക്കരുത്, എനിക്കറിയാവുന്നതാണ്. മോനെ പറ, എന്താ നെഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാംബശിവന് പറയാം. MG സോമൻ, പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമായിരുന്ന പ്രിയപ്പെട്ട MG സോമൻ ഏറ്റവും അവസാനമായി അഭിനയിച്ച ലേലം എന്ന ചിത്രത്തിലെ ഒരു മുഴുനീള ഡയലോഗുണ്ട്. നേരാതിരുമീൻ, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കാഴിമരത്തിന് അപ്പന്റെ ശവം ഇറക്കിയതാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എൻ്റെ 10ാമത്തെ പിറന്നാള്. പനമ്പായെ പൊതിഞ്ഞേറ്റി 3ാമക്കൻ എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ടിറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കി വതിരുമേനി ഈ നിങ്ങളത്തുള്ള കൃമികള് അപ്പന്റെ മൂക്കീനും വായിനും അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശാപത്തിന് താട്ടിയത്.
എടുത്ത് തെമ്മാടിക്കൂടെ കൊണ്ട് തള്ളിക്കോളാൻ. വീർക്കുന്ന കാശ് കൊണ്ട് അപ്പോ നിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസിലും പെൻസിലും കയറി നടക്കുന്ന വലപെടുത്ത കുപ്പായത്തോടെ അന്ന് തീർന്നതാ തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷ് പറഞ്ഞ സാധനമാ. എന്നതാണ് ഇറവറൻസ്, ബഹുമാനക്കുറവ്. മനസ്സിൽ വെച്ചു തിരുമേനി. ഐ ആം ഔട്ട് സ്പോക്കൺ. വേറെ കാരണം സമയം കളയില്ല. സുകുമാരൻ, ഹലോ. ആകാശനുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജിന്റെയൊക്കെ അച്ഛൻ, പ്രിയപ്പെട്ട സുകുമാരേട്ടൻ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് എവിടെ അറിയാമോ? ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ പ്രതാപചന്ദ്രന്റെ വീട്ടിൽ വെച്ചാണ്. പ്രതാപചന്ദ്രന്റെ വീട്ടിൽ വെച്ചാണ്, കൊച്ചാട്ടന്റെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. മോഹൻലാൽ, ക്യാപ്റ്റൻ രാജു, നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരൻ, ഇവരെ 3 പേരും കൂടെ ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ പ്രതാപചന്ദ്രന്റെ വീട്ടിൽ വെച്ചാ ഒഴിവത്ത് വെച്ചിട്ടാണ് കാണുന്നത്. അയ്യോ ഫാനൻ അൻപടി കള്ളി, നീ വന്ന് കയറിപ്പഴി എനിക്കറിയാൻ സഹായം ചോദിക്കാനാണ്. ഈ കണ്ട നേട്ടുകാർക്ക് മുഴുവനും സഹായം കൊടുക്കാൻ ഞാനാര്? വേൾഡ് ബാങ്കോ? എന്റെ പൊന്നുമങ്ങൾ ചെല്ലിയല്ലേ? അല്ല പിന്നെ. അടുത്തത് കയ്യടി പറയാം. ഇത് പോരാ. മുരളി, അന്തരിച്ച നമ്മുടെ ഭരത് മുരളിയേട്ടൻ. അത് അതിനകത്ത് ഡയലോഗ് ഇല്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ വേറെ സിനിമയിൽ പറയാം. ഇയാൾക്ക് മുരളിയുടെ സൗണ്ട് കേട്ടാ പോരെ. ജില്ലയിലെ ക്രമസമാധാനത്തിന്റെ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് കലാപകാരികൾക്ക് നേരെ വിറയൊടിക്കാൻ ഉത്തരവിട്ട പോരെ. അത്രേ ഉള്ളൂ. വേറെ എന്നെ ഫർഗീസ്. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? ജനിപ്പിച്ച തന്തയ്ക്കോ വേണ്ട, ഒരു തെളിവിന് പോലും ബാക്കിയില്ലാതെ തള്ളയും പോയി. നീ ഒരു പെണ്ണ, വെറും പെണ്ണ്. എന്തെങ്കിലും ഒരിക്കൽ ആണൊരുത്തന്റെ കൈകൊണ്ടി മണിക്കുത്തടിക്കേണ്ടി വരും. പിന്നെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ തെണ്ടി നടക്കുന്ന കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരും. നമ്മുടെ ക്യാപ്റ്റൻ രാജു, അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നലെ എന്ന് പറയുന്നത്, പണ്ട് അദ്ദേഹം അഭിനയിച്ച ശോഭനയൊക്കെ അഭിനയിച്ച ഒരു ആക്സിഡന്റിലൊക്കെ പെടുന്ന സീൻസിൽ അദ്ദേഹം വന്ന് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറല്ല ആ സിനിമയിൽ. അദ്ദേഹം എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മധുരൈ തിരിച്ചെന്നൊരു പടനി കന്യാകുമാരി എന്ന ബസ് നിങ്ങൾ തിരിച്ചു മടങ്ങുകയെ നിങ്ങളൊരു ആക്സിഡന്റ് പെട്ടു. ആ ആക്സിഡന്റിലൂടെ 2 പേരുടെ ബാക്കി എല്ലാവരും മരിച്ചു. അഭിനയിച്ചുള്ള ഫോട്ടോകളുണ്ട്. ഇതിൽ മായക്കറിയെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. പ്ലീസ് ടെൽ മി മായ, പ്ലീസ്. സുരേഷ് ഗോപി മദ്യം കടിച്ച ഭംഗിയേടല്ലോ, മന്ത്രിയേടല്ലോ. ഞാൻ സുരേഷ് ഗോപി ചേട്ടന്റെ ഭംഗിയായ മന്ത്രിയുടെയിലോ ഒന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം കോടീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടി അവതരിപ്പിച്ചപ്പോൾ എനിക്ക് അനുഭവത്തിൽ ഞാൻ ആ പ്രോഗ്രാമിൻ്റെയൊക്കെ എന്താ പറയുക, അത് ആ ഷൂട്ടിംഗ് അടക്കം ഞാൻ ആ സമയത്തൊക്കെ ഏഷ്യാനിലുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഡയറക്റ്റ് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം അന്ന് അദ്ദേഹം ഈ കോടീശ്വരൻ എന്ന പരിപാടി അവതരിപ്പിക്കും. എനിക്ക് അദ്ദേഹം ആ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഡാൻസ് ഞാൻ പണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് പഠിച്ചിട്ട് വരുന്ന പിള്ളേരെ പോലെ എനിക്ക് സുരേഷ് ഗോപി കാണുമ്പോൾ ആ കോടീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഈ ഡാൻസ് പഠിക്കുന്ന പിള്ളേർ, നമ്മൾ ഡാൻസ് പഠിച്ചു കഴിയുമ്പോൾ ആൺകുട്ടികൾ, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ അമ്മോ ക്ഷീണിച്ചേക്ക്, അമ്മോ ഇച്ചിരി കഞ്ഞുള്ളി എന്നമ്മേ, അമ്മോ ഇച്ചിരി കഞ്ഞുള്ളി ഇങ്ങനെ പറയും. പക്ഷെ ഡാൻസ് പഠിക്കാൻ പോയി ആൺപിള്ളേർ അങ്ങനെയല്ല, അമ്മ രീതി മാറും. അമ്മ ഇരുന്ന് അമ്മോ ഇച്ചിരി കഞ്ഞുള്ളി ഇങ്ങനെ പറയും. ഇതേപോലെ തന്നെ സുരേഷ് ഗോപി സാറ് അദ്ദേഹം ചേട്ടൻ ഇങ്ങനെ ഈ കോടീശ്വരൻ ആ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അത് നല്ല ഡാൻസ് പഠിച്ചിട്ട് വന്ന ഒരാളെ, ഡാൻസ് പഠിച്ചിട്ട് വന്നൊരു ഡാൻസറെ പോലെ അദ്ദേഹം പെരുമാറും. അതായത് കോടീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻസ് ഇങ്ങനെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളും ചോദ്യങ്ങളും സംയുക്തമായി മേളിക്കുന്ന ഇവിടമാണ് നിങ്ങൾക്ക് മകാം കോടീശ്വരൻ. ഇനി ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ മത്സരിക്കാൻ എത്തുന്നത് 6 ദളങ്ങൾ.
ഇതിൽ ആര് ആദ്യം ദേ പോയി ദാ വന്നു. നാളെ ഈ മത്സരം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ ദേ പോയി ദാ വന്നു. നിങ്ങൾക്ക് എവർക്കും ശുഭരാത്രി, സുഖ നിദ്ര, ഗുഡ് നൈറ്റ്. നിനക്കല്ലേ